ഇയാളെ വീഡിയോ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ ഉള്ള കാര്യോട് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇത് പെരുമ്പടവാണ്. ഭർത്താവ് ഭാര്യക്ക് കൊടുക്കുന്ന ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാ പോകുന്നത്. ചെറുതായിട്ടൊന്ന് പ്രാങ്കും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേ. പണി പാളി ഗൈസ്. ആ കുന്ന് കേറിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? എങ്ങനെ ഇറങ്ങും? രഞ്ജിത്തിന്റെ വീടിതാ അല്ല, നമ്മളെ വണ്ടി ഒന്ന് ഈ വണ്ടി ആയിട്ട് ഇടിച്ചായിരുന്നു. നമ്മളെ വണ്ടീനെ ഈ വണ്ടി ഒന്ന് ഇടിച്ചായിരുന്നു. 2 ദിവസം മുന്നേ ആണ്. ഭാര്യനൊന്ന് ഓടിക്കോ. ഈ വണ്ടി നമ്മളെ വണ്ടിക്ക് ഒന്ന് ഇടിച്ചിട്ടുണ്ടായിനെ. കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ചെറുപുഴന്ന് ഇപ്പൊ നിർത്താതെ പോവായത്. ഈ വണ്ടിയാണോ? ഈ വണ്ടി വിദ്യാലക്ഷ്മി ഈ വണ്ടിയാണ്. അപ്പം പെരുമ്പോട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞ ഈ വണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയോ? അത് നിങ്ങളെ വണ്ടിക്കാ നമ്മള് വണ്ടി മറിയും ചെയ്തേ. വണ്ടി ഉണ്ടായിരുന്നോ നിങ്ങള്? നമ്മള് വണ്ടി വണ്ടി CCTV വണ്ടി കണ്ടത്. അപ്പൊ ഇവരെ രജിസ്ട്രേഷൻ വെച്ച് നോക്കിട്ട് ഫുൾ ടൈം കണ്ണി അടിച്ചിനെ. അപ്പൊ എണ്ണ ചെലപ്പോ അത് അറിഞ്ഞുകൊണ്ട് ആയിരിക്കൂല. ചേട്ടൻ അങ്ങനെ ചെയ്യണല്ല, ചിലപ്പം അറിയാണ്ട് തട്ടിയതാ എന്തെങ്കിലും ആയിരിക്കും. നല്ല സ്ക്രാച്ചും ഉണ്ട്. അവര് പറഞ്ഞു ഒറ്റയാക്കിട്ടും നിർത്താതെ പോയി. പക്ഷെ നിർത്താണ്ട് പോക്ക് മര്യാദക്കേടല്ലേ? അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഒന്നീ ആട്ടാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം പോയതാണ്, വരുമായിരിക്കും. നമുക്ക് അങ്ങനെ പറഞ്ഞ 5000 രൂപ പണിയുണ്ട് ചേച്ചി. എടാ ഞാൻ എന്ത് ചെയ്യാനാടാ? എന്നോട് പറഞ്ഞു പറ, ഇയാള് പറ, ഞാൻ എന്ത് ചെയ്യാനാണ്? മനഃപൂർവ്വം അവര് അറിഞ്ഞോണ്ട് ചെയ്തത്. നിങ്ങളെ വണ്ടിക്ക് സ്ക്രാച്ച് ഉണ്ട്, നിങ്ങളെ വണ്ടിയാണ്. ഒരു കാര്യമില്ല, നമുക്ക് തെളിവ് വേണ്ടേ? തെളിവ് ഓക്കെ ആയിക്കോട്ടെ. ഇയാളിപ്പോ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു വീട്ടമ്മയാണ്. എന്റെ അറിവോടുകൂടിയല്ല ചെയ്തത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഏട്ടൻ അറിഞ്ഞോണ്ടല്ല ചെയ്തത്. നിങ്ങളെ ഹസ്ബൻഡ് ആണല്ലോ. വീഡിയോ എടുക്കാം, നിങ്ങളെ ഹസ്ബൻഡ് തന്നെ, നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. ഏട്ടനും കൂടെ വന്നിട്ട് അവര്, അതാണ് മര്യാദ, അതാണ് മാന്യത. നമുക്ക് അവർക്ക് കാണിക്കണം, കാരണം എന്റെ അനിയന്റെ വണ്ടിയാണ്. എടാ ശരി, നിങ്ങൾ വാങ്ങിയത് നമ്മള്. ഞാൻ പറയട്ടെ, ഞാൻ പിന്നെ മോളെ അങ്ങനെ എനിക്ക് അറിയില്ല, കാരണം ഏട്ടന്റെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല. ഞാൻ വിളിച്ചോ പറഞ്ഞു, ഞാൻ കുറച്ച് ഇതിലാണ്, നീ അവരോട് ഒന്ന് പറ, ഞാൻ വരാം എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, എനിക്ക് എന്റെ മോളെ എനിക്ക് മനസ്സിലായി, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് മനസ്സിലായി. പുതിയ വണ്ടി അയച്ചി, പുതിയതാണ്, 6 മാസം പോലും ആയിട്ടില്ല. ഓക്കെ, എനിക്ക് എടാ നിങ്ങളെ അതേ അവസ്ഥ എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ചേച്ചി ഞങ്ങൾ എന്തേത് അങ്ങേര് വന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. CCTV ക്യാമറയില് കണ്ടിന്യൂന്ന് CCTV ക്യാമറയിൽ വരാൻ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. വർക്ക്ഷോപ്പിലേക്ക് കയറ്റി തരാൻ ഒരു 5000 രൂപ പണി എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ആവില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. എല്ലാരും അവസ്ഥ അത് തന്നെയാണ്. ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ മുട്ടിയത് ഇങ്ങനെയല്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഇവരുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചു നോക്ക്, കാരണം ഇങ്ങനെ വണ്ടി തെളിവുണ്ടല്ലോ, വീഡിയോ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ചോദിച്ചു നോക്ക്. അങ്ങനെ എന്നാ അവര് പറയുന്നില്ല വീഡിയോ എടുക്കാനാ. അതാണ് ഞാൻ പറഞ്ഞത് മോളെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവള് വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമില്ലേ? ഏട്ടനും കൂടെ വന്ന് നിന്ന് വീഡിയോ, ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോണോ? എങ്കിൽ കൊണ്ടുപോയിക്കോ. എനിക്ക് അടിമാരി പേടിക്കുന്ന വ്യക്തിയല്ല ഞാൻ. തെളിവിന് ജസ്റ്റ് നമ്മളത് കാണിക്കണം. എനിക്ക് മനസ്സിലായി. ചേച്ചി നിങ്ങൾ ഒന്ന് വെറുതെ വിട്ടിന്, ആ പൈസ കാണിക്കലല്ലേ, ഇത്രയും പൈസ ആയില്ലേ? ശരിയല്ലേ? എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരിക്കലും ഇത് ചെയ്യില്ല. നമ്മളാണെങ്കിലും ഓക്കെ ഞങ്ങള് നാട്ടിൽ പോയിട്ട് വന്നപ്പോ എത്ര പ്രാവശ്യം ഓരോരുത്തന്മാരും കൊണ്ട് നമ്മളതില് നമുക്കിപ്പോ പറകില് പോകാൻ പറ്റുമല്ലോ. പക്ഷെ നിങ്ങൾ വന്നോണ്ട് ഞാൻ പറഞ്ഞല്ല, കാറ് കൊണ്ടുപോകുമ്പോ ഒരാള് ഓടിയോ നമ്മളെ കാറിന്റെ ചെയ്ത് തട്ടിയിട്ട് നമ്മ ആരോഗ്യം കൊണ്ട് ഒറ്റ പോകുമ്പോ പോയി. ഞങ്ങൾ നാട്ടിൽ ആലോചിച്ച് നോക്ക്, ഞാൻ ബേബിയും കൊണ്ട് ഇവന് 6 മാസം ഞാൻ കയ്യില് ഫ്രണ്ട് ഇതിലിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് വണ്ടി പോകാൻ പറ്റുമോ? ഇവനൊന്ന് കൊറേ ആടായി നിന്നിട്ട് ഒരു കൊറേ വഴക്ക് വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് ദൂരെയാണ് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ദൂരെയാണ് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ എവിടെയുള്ളത്. നിങ്ങൾ വരുമോ ഇപ്പോഴല്ലോ? ഇല്ല, അവരുണ്ട് ഇവിടെ.
ഒന്ന് വന്നേ, അവര് വന്ന് എന്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയാണ്ട് പറ്റിയതായിരിക്കും, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യൂലെന്ന് ഞാൻ പറഞ്ഞു അവരടുത്ത്. എവിടെയാ ഉള്ളത്? ഇപ്പൊ വരാൻ പറ്റുമോ? ഇപ്പൊ വരാൻ പറ്റുമോ? വന്നിട്ട് അവരോട് ഒന്ന് സംസാരിക്കുക. വരാൻ പറയും. ഇല്ല, ഞാൻ നിക്കല്ലേ, നിങ്ങൾ വാ. അവരെന്തോ ചെയ്യാനോ? നമുക്കുള്ള കാര്യം പറഞ്ഞൂടെ? നിങ്ങൾ ആ ജോലി പിന്നെ ചെയ്യാൻ. നിങ്ങളിപ്പോ തൽക്കാലം ഇങ്ങോട്ട് വാ. ഒന്ന് ഒരു 10 മിനിറ്റ് വന്ന് നിന്നിട്ട് തിരിച്ചു പോ. വാ, നിങ്ങൾ കയറി ഇരിക്കാം. വേടം വരുമായിരിക്കും. ഞാൻ കിച്ചണിൽ പണിയാണ്. കയറി ഇരിക്കുവാ, കയറി ഇരിക്കുവാ. ഞാൻ കയറി ഇരിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും പറയാനില്ല. അല്ല, നമ്മ പോയിട്ട് വൈകുന്നേരം വരാം. എന്താ ഏട്ടൻ വരുമ്പം വരാം. ഏട്ടാ അറിയാം. അത് ചേച്ചിനെ വിളിച്ച നമ്പർ തന്നാ പോരെ? ആര്? എടാ, ഇയാൾ കയറി ഇരിക്കും. നിങ്ങൾ കണ്ടിട്ട് പോ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇയാള് കയറി. ഇതൊരു വീടല്ലേ, ഇവിടെ ഞങ്ങൾ സ്ത്രീകളെല്ലാം താമസിക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് തരാനുള്ള കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യം എനിക്കുണ്ട്. ആ, രക്ഷയൊന്നുമില്ല. എനിക്ക് ഒരു പണിയാണെന്ന് എനിക്കറിയായിരുന്നു. കുഞ്ഞിന്റെ കാര്യം. ആ കുഞ്ഞിനെ എടുക്കാൻ അറിയായിരുന്നു കളവ്. സത്യം എനിക്കറിയാം. പോലീസ് അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ എപ്പോഴേ കരച്ച് കാലം പിടിച്ചേനെ. ഞാൻ പറയട്ടെ, എനിക്ക് ഡൗട്ട് തോന്നിയത് ഇങ്ങനെ എന്റെ പറയാണ്ട് പോയി. എന്നിട്ട് ഇങ്ങനെ എന്റെ മോളുടെ പറഞ്ഞു, മോളെ പല കാര്യങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ മോളുടെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തോ ഒരു പണി ഏട്ടൻ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ആരെങ്കിലും ചെയ്യൂല. അല്ല ഇത് അല്ല ഞാനെന്നാ ഒരു വിഷമമില്ല. എനിക്കറിയാം, കാരണം എനിക്കത് ഉറപ്പുണ്ട്. കാരണം ഇയാള് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യൂല ഏട്ടൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏട്ടൻ നിർത്തി അതിന്റെ കാര്യങ്ങൾ തിരക്കാതിരിക്കില്ല. അയ്യോ സത്യമായിട്ട് എനിക്ക് എന്തൊരു വിഷമുണ്ടായിരുന്നറിയാം. ഒരാള് വീട്ടിൽ വന്ന് എനിക്ക് മനസ്സിലായി വണ്ടിയാണ് 5000 രൂപ ചെലവാകുന്ന ഉറപ്പുണ്ട്. ഇങ്ങനെ അത്ര അല്ല, ആദ്യം ചൂടായെന്നല്ല, ഞാൻ നിങ്ങൾ എന്തോ പണി കാണിച്ചെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് പിന്നെ അല്ലെങ്കിൽ സാധാരണ എനിക്കൊരു ഇത് വന്നു തന്നെ ഏട്ടാ ഫോൺ സോടി വരും. അവിടെ നിർത്തി ഞാൻ വരുന്നെന്ന് പറയും. ഇത് വളരെ കൂളായിട്ട് അവിടെ എന്തെങ്കിലും പറഞ്ഞ അവരെ വിട്. അപ്പൊ എനിക്ക് ഹോണ്ടായ ഇതല്ല. താങ്ക് യു. താങ്ക് യു. എനിക്കിങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഷോക്കിംഗ് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതിന് ആരാണെന്ന് എനിക്കറിയില്ല. അതിന് ഒരുപാട് 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 താങ്ക് യു. അതിലുപരി എന്റെ ഈ 2 പ്രിയപ്പെട്ട സഹോദരികൾക്ക് ഒത്തിരി താങ്ക്സ്. പക്ഷേ എവിടെ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ആയില്ല. ഇല്ല, സർപ്രൈസ് നിങ്ങൾ തന്നെയല്ലേ? അത് കോമഡി. അത് ചോദിച്ചിട്ടില്ല. വീണ്ടും സർപ്രൈസ്. ഞാൻ മുട്ടായി കഴിക്കുന്നാലും ഇങ്ങനെ മേടിച്ചിട്ട് വരില്ല. ചേട്ടനോട് എനിക്ക് പറയാനല്ല, എനിക്ക് ചെയ്യാൻ. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നെ ഞാൻ ഇന്നലെയും കൂടെ ഞാൻ വഴക്കുവാണ്. അങ്ങനെയല്ല, ഞാൻ സാധാരണ ഞാൻ പൊതുവെ നല്ല ഫുഡ് വെക്കുന്നതിന് ഇന്നും ഫുഡായിട്ട് കൂടെ കേട്ടോ. ഇവിടെ മേടിച്ചോ, ഇങ്ങനെ തരൂല. ഒന്നും അറിയോ, പ്രാങ്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ട്